നമസ്കാരം. തെക്കൻ ഇറാനിയൻ നഗരമായ ബന്ദർ അബ്ബാസിലെ ഷഹീദ് രജായ് തുറമുഖത്ത് വൻ സ്ഫോടനം. ഇറാനിലെ ഏറ്റവും വലിയ തുറമുഖമായ രജായിൽ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുണ്ടായ ഒരു വലിയ സ്ഫോടനത്തിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെടുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഒമാനിൽ അമേരിക്കയുമായി 3ാം ഘട്ട ആണവ ചർച്ചകൾ ഇറാൻ ആരംഭിച്ചപ്പോഴാണ് തുറമുഖത്തിൽ സ്ഫോടനമുണ്ടായത്. 2 സംഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിലവിൽ സൂചനകളൊന്നുമില്ല. തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീ അണയ്ക്കുന്നതിനായി തുറമുഖത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. തുറമുഖ ജീവനക്കാരുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിരിക്കാമെന്നാണ് തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 1 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള കെട്ടിടങ്ങളുടെ ജനാലകൾ തകർന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ പറഞ്ഞു. സ്ഫോടനം നടക്കുന്ന സമയത്ത് തുറമുഖത്തിൽ ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നതിനാൽ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഷഹീദ് രജായ് പോർട്ട് വാർഫ് പ്രദേശത്ത് സൂക്ഷിച്ചിരുന്ന നിരവധി കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചതാണ് സംഭവത്തിന് കാരണം. ഞങ്ങൾ നിലവിൽ പരിക്കേറ്റവരെ ഒഴിപ്പിക്കുകയും മെഡിക്കൽ സെന്ററുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞു. സ്ഫോടനത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള ജനാലകൾ തകർന്നു. സ്ഫോടനത്തിന് ശേഷം ഒരു കൂൺമേഘം രൂപപ്പെടുന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ കാണാം. തുറമുഖത്തിന് 26 കിലോമീറ്റർ തെക്കുള്ള ഒരു ദ്വീപായ കേഷ്മിൽ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ പറഞ്ഞു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഇടുങ്ങിയ കവാടമായ ഹോർമുസ് കടലിടുക്കിനടുത്തായി ടെഹ്റാനിൽ നിന്ന് ഏകദേശം 1050 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 2020-ൽ ഷഹീദ് രജായ് തുറമുഖം ഒരു സൈബർ ആക്രമണത്തിന് വിധേയമായിരുന്നു. നേരത്തെ ഇറാനിയൻ സൈബർ ആക്രമണത്തിനുള്ള പ്രതികാരമായി ഇസ്രായേലാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒമാനിൽ വെച്ച് ഇറാനും അമേരിക്കയുമായി നടക്കുന്ന 3ാം ഘട്ട ആണവ ചർച്ചയ്ക്കിടയിലാണ് സ്ഫോടനം നടന്നത്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും നേതൃത്വം നൽകുന്ന ചർച്ചകൾക്കൊപ്പം ഇരു വിഭാഗങ്ങളിലെയും വിദഗ്ധർ തമ്മിലുള്ള സാങ്കേതിക തലത്തിലുള്ള കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്ന പുതിയ കരാറിൽ എത്തിച്ചേരുക എന്നതാണ് അമേരിക്കൻ ലക്ഷ്യം. 2020-ൽ ഇതേ തുറമുഖം വലിയ ആക്രമണം നേരിടുകയുണ്ടായി. അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിരുന്നു. ഇസ്രായേലാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ ഹാക്കർമാർ ഇസ്രായേലിൽ നടത്തിയ സൈബർ ആക്രമണത്തിന് പകരമായിരുന്നു ആ സംഭവം. അതേസമയം ഹൂത്തികളുടെ ശക്തി കേന്ദ്രത്തിൽ നേരത്തെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. എണ്ണ തുറമുഖത്തിനടുത്തായിട്ടായിരുന്നു അമേരിക്കയുടെ ബോംബാക്രമണം. ഇത് ഇറാനെ ഭയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തുന്ന പ്രധാനപ്പെട്ട വ്യോമാക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത്. റാസ് ഈസ തുറമുഖത്തെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഹൂത്തികൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അമേരിക്കയും ഇറാനും നയതന്ത്ര ചർച്ച തുടരുകയാണ്. രണ്ടാം ഘട്ട ചർച്ചയും ഏതാണ്ട് നല്ല രീതിയിലായിരുന്നു അവസാനിച്ചത്. 3ാം ഘട്ട ചർച്ചയാണ് പുരോഗമിക്കുന്നത്. ഈ ചർച്ചകളെ ഹൂത്തി കേന്ദ്രത്തിലെ ആക്രമണം സ്വാധീനിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. വിഷയത്തിലെ ഇറാൻ പ്രതികരണം നിർണായകമാണ്. ചരക്കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നേരത്തെ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടായിരുന്നു ഈ ആക്രമണം എന്നായിരുന്നു അമേരിക്കയുടെ പക്ഷം. യമനിലെ റാസ് ഈസ തുറമുഖം ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. മേഖലയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ചരക്കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഹൂത്തികളെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടുത്ത മാസം ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി ട്രംപ് ഇടപെട്ട് തടഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു.